ഇന്ന് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഒരു മെഡൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഭാരതം സ്പെയിനെ നേരിടുകയാണ്. ഒപ്പം മലയാളികളുടെ അഭിമാനം കൂടിയായ ഭാരതത്തിൻ്റെ കാവൽഭടൻ ഹോക്കി ഗോൾ കീപ്പർ കൂടിയായ PR ശ്രീജേഷിൻ്റെ അവസാന മത്സരമാണ്. അദ്ദേഹത്തിന് വിരോചിതമായ ഒരു യാത്രയപ്പ് നൽകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇന്ത്യൻ ടീം. ഒരു ചരിത്ര നേട്ടം ആവർത്തിക്കാൻ PR ശ്രീജേഷിനും കൂട്ടർക്കും കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്പസമയത്തിനകം തന്നെ സ്പെയിനെതിരെയുള്ള മത്സരം ആരംഭിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് കുടുംബം മാത്രമല്ല നമ്മളെല്ലാവരും ആ ഒരു കാത്തിരിപ്പിലാണ്, പ്രതീക്ഷയിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രീജേഷിൻ്റെ വസതിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്, ശ്രീജേഷിൻ്റെ വീട്ടിൽ നിന്നും. ജിജീഷ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്, എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്, ഒരു കാത്തിരിപ്പിലാണ്. ഒരു മെഡൽ ഉറപ്പായും ഭാരതത്തിന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഒരു പ്രതീക്ഷയിലാണ്. ആ ഒരു മെഡൽ തിളക്കത്തോടെ ശ്രീജേഷ് മടങ്ങി വരുന്നു. ഭാരതത്തിൻ്റെ ടീം വിരോചിതമായ ഒരു യാത്രയപ്പ് തന്നെ അദ്ദേഹത്തിന് നൽകും എന്നുള്ള പ്രതീക്ഷയിലുമാണ് എല്ലാവരും. അപ്പം ആ കുടുംബത്തിൻ്റെ ആ ഒരു കാത്തിരിപ്പും പ്രതീക്ഷയും ഒരു തരത്തിലുമാണ്. കെ പി പറഞ്ഞതുപോലെ തന്നെ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് രാജ്യമുള്ളത്. ഒപ്പം തന്നെ ശ്രീജേഷിൻ്റെ കുടുംബവുമെല്ലാം ഉള്ളത്. ഇന്ന് വെങ്കല പോരാട്ടത്തിൽ സ്പെയിനിനെ തോൽപ്പിച്ചുകൊണ്ട് വിജയ കിരീടം നേടി ഒരിക്കൽ കൂടി വെങ്കല മെഡൽ നേട്ടവുമായി തന്നെയായിരിക്കും ശ്രീജിത്ത് തിരികെ എത്തുക എന്ന ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുടുംബമുള്ളത്. അതിൻ്റെ ഒരു വലിയ ആഘോഷവും അതിനുള്ള ഒരു ഒരുക്കങ്ങളും എല്ലാം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ എല്ലാം കാണാൻ കഴിയും. കുടുംബത്തെ കൂടുതലായി ആളുകൾ വരുന്നു. ഒപ്പം തന്നെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഈ ഭാഗങ്ങളിലുണ്ട്. ഈ പല ഭാഗങ്ങളിൽ നിന്നായി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു തിരക്കിൽ തന്നെയാണ് ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം ഒരു പ്രതീക്ഷകൾ എന്ന് പറയുന്നത്. അത് തീർച്ചയായും വലിയ ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഓരോരുത്തരും എങ്ങനെയാണ് ഈ ഒരു ശ്രീജേഷിന്റെ വരുന്ന മത്സരത്തെ കാണുന്നത്? ഇന്നത്തെ മത്സരമാണോ? തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായി തന്നെ കാണുന്നു. നമ്മൾ വെങ്കലമായിട്ട് തന്നെ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി വെങ്കലവുമായി തീർച്ചയായിട്ടും നമ്മളൊക്കെ കാഴ്ച കാണാനുള്ളൊരു തീർച്ചയായിട്ടും അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും ആഗ്രഹവും. എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ടോ? നമ്മളെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. കുടുംബാംഗങ്ങളെല്ലാവരും. അതെ, ഞാൻ ചേട്ടനാണ്. അതെ, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വരുമെന്ന് പറഞ്ഞു. എപ്പോഴാണ് ഇന്ന് രാവിലെ. അവിടെയുള്ള സമയത്തും വിദേശത്തുള്ള സമയത്തും ഈ മത്സരങ്ങളൊക്കെ വളരെ ആകാംക്ഷപൂർവ്വം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും കാണാറുണ്ട്. ഇത്രയും ഒരു അതെ, അമ്മ കൂടെ വന്നിട്ടുണ്ട്. അമ്മയും വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അമ്മ എങ്ങനെയാണ് ശ്രീജേഷിന്റെ ഈ ഒരു മത്സരത്തെ കാണുന്നത്? ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതെ, ആകെ ഒരു ടെൻഷനാണ് നമുക്ക്. കാരണം കഴിഞ്ഞ സെമിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ അതിന് ഭയങ്കര സങ്കടമായിരുന്നു. ഇതിപ്പോൾ ഒരു നല്ല പ്രതീക്ഷയോടുകൂടി ഇരിക്കണു, നമുക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ വലിയൊരു മത്സരം കാഴ്ചവെച്ചു അല്ലേ തുടക്കം മുതൽ? എന്നിട്ടും നമുക്ക് ശരിക്കും അത് ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. പക്ഷെ ആ ഗോൾ അടിക്കാൻ അവർക്ക് പറ്റാതെ പോയി. അത് എന്താണെന്നറിഞ്ഞില്ല, അത് എന്തോ ഒരു ഭാഗ്യദോഷമായി പോയത്. അത് ഇത്തവണ അത് മറികടക്കും കിടക്കണം. PR ശ്രീജേഷിന്റെ അമ്മയും ചേട്ടനുമെല്ലാമാണ് നമ്മളോട് സംസാരിച്ചത്. അവരുടെ പ്രതീക്ഷകളിലുടനീളം തന്നെ വലിയ ഒരു സന്തോഷം തന്നെയാണ് ഉള്ളത്. ഡോക്ടർ അനീഷ ഭാര്യ നമ്മളോടൊപ്പം ഉണ്ട്, PR ശ്രീജേഷിന്റെ ഭാര്യ. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ കാണുന്നത്? നമുക്ക് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ വലിയൊരു ആകാംക്ഷ തന്നെയല്ലേ കാത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും വലിയ ആകാംക്ഷയിൽ തന്നെയാണ്. 4ാമത് ഒളിമ്പിക്സ് അതിലുപരി റിട്ടയർമെന്റ് മാച്ച്. അപ്പോൾ അതിൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് നേടുന്ന നമ്മുടെ രാജ്യത്തിന് അഭിമാനമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതിനുള്ള എങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നല്ല കാഴ്ചവെക്കാൻ കഴിഞ്ഞു, വിജയത്തോളം എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും എങ്ങനെയാണ് ഇത്തവണ ഈ ടീമിനെ എങ്ങനെ കാണുന്നു? ശ്രീജേഷ് വളരെ നന്നായി കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ അവർ ഈ പൊസിഷൻ വരെ എത്തിയത്. തീർച്ചയായിട്ടും വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ വലിയ ഒരു വലിയ പ്രതീക്ഷ ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും. കുടുംബാംഗങ്ങൾ മാത്രമല്ല, നമുക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ജീഷ മത്സരം തുടങ്ങാൻ ഇനി മുന്നിലുള്ളത്. ഏതായാലും ഒരു മെഡലുമായി, ആ മെഡൽ തിളക്കത്തോടെ PR ശ്രീജേഷ് തിരിച്ചു വരും എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാനുള്ളത്. ആ ഒരു ആകാംക്ഷയിലും പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് നാം എല്ലാവരും. ശ്രീജേഷിൻ്റെ വസതിയിൽ നിന്നാണ് ജിജീഷ് കരുണാകരൻ വിവരങ്ങൾ നൽകിയത്.